കണ്ണിൻ്റെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനും കണ്ണിൻ്റെ പവർ കൂട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോയതാണിത്. മണക്കുന്നത്ത് ആയുർവേദ നേത്ര ചികിത്സാലയത്തിലാണ് പോയത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തത് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരാണ് കേട്ടോ. അവിടെ പാരമ്പര്യമായിട്ട് അവർ നേത്ര ചികിത്സാ വിദഗ്ധരാണ്. അപ്പം 4ാമത്തെ തലമുറയാണ് ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മൊബൈലും ടി വിയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ പെട്ടെന്ന് വീക്കാവുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം എന്തിട്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു കണ്ണ് ചെറുതായി വരിക, അതായത് അതിൻ്റെ ഞരമ്പിന് വീക്ക് വന്നിട്ടാണ്. 14 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഉഴുന്നുമാവ് കൊണ്ട് ഇങ്ങനെ ഒരു തടം പിടിച്ച് നിന്നിട്ട് അതിൽ നെയ്യ് നിർത്താണ് ചെയ്യണത്. 1 മണിക്കൂർ നമ്മൾ ഈ തർപ്പണം ചെയ്ത് റെസ്റ്റ് ചെയ്ത് കിടക്കണം. ആ ഡോക്ടർ എന്നോട് പറയണേ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും പിന്നെ പണ്ടൊക്കെ ഇരുട്ട് റൂമിലാണ് നെല്ലരിക്കും കെടുത്തുക, വെളിച്ചൊട്ടും കാണിക്കില്ല. നമ്മൾ ആയുർവേദത്തിൽ കായകൽപ്പ ചികിത്സയൊക്കെ നടത്തില്ലേ, അതേ ഒരു രീതി തന്നെയായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പം നമുക്ക് വെളിച്ചത്തൊക്കെ പോവാട്ടാ. കഴിക്കാനുള്ള മരുന്നൊക്കെ നമുക്ക് പുറമേ നിന്നായാലും വാങ്ങാൻ കിട്ടും. പക്ഷേ ഈ നെയ്യ് ഉണ്ടല്ലോ, ഈ നെയ്യ് ഇവർ ഉണ്ടാക്കുന്നതാണ്. അത് പുറമേ നിന്ന് വാങ്ങാൻ കിട്ടില്ല. ഇവരുടെ വീട്ടിൽ തന്നെ കാച്ചുന്നതാണ് ഈ നെയ്യ്. പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് കാച്ചി വരുന്ന ഒരു നെയ്യാണ് കേട്ടത്. അപ്പം ഞാനിവിടെ പോകാൻ കാരണം എൻ്റെ അച്ഛന് കണ്ണിൻ്റെ കാഴ്ചശക്തി ഏതാനും പോയിട്ടുണ്ടായിരുന്നു. 2 സർജറിയൊക്കെ കഴിഞ്ഞതായിരുന്നു. ഗിരിധറിൽ പോയി നിന്നിട്ട് ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം അച്ഛൻ ചെന്ന് നിന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അച്ഛന് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ അച്ഛനിപ്പം ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ തന്നെത്താൻ പോയി തുടങ്ങി. അതുകൊണ്ടാണ് അപ്പം എൻ്റെ കണ്ണിനും ആ പ്രശ്നം വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയത്. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, കണ്ണിൻ്റെ വേദനയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കണ്ണട വയ്ക്കാണ്ട് എനിക്കിപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചികിത്സാ രീതിയെ കുറിച്ച് അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പോൾ കണ്ണിൻ്റേതായ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഡോക്ടറുടെ പേര് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കും കേട്ടോ. ഇതാണ് അവരുടെ ഡീറ്റെയിൽ, ഇവരുടെ ആയുർവേദ നേത്ര ചികിത്സാലയം. ഇതൊരു വീടാണ് കേട്ടോ. ഒരു വീടിൻ്റെ അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ചെല്ലണത്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.